ഗായ്സ്, ഞാൻ ഇന്നില്ലേ ഞാൻ അക്കില്ല ഭയങ്കര ചമ്മലുണ്ട് കേട്ടോ. ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ എന്നെ നോക്കുന്നത്. സാരല്ല, എന്തായാലും തീരുമാനിച്ച് ഇറങ്ങി തിരിച്ച് ഞാൻ ഇന്ന് ഞാൻ വിചാരിച്ച് മാർക്കറ്റിൽ സാധനം മേടിക്കാൻ പോകുമ്പോൾ നിങ്ങളെല്ലാം കാണിക്കാറുണ്ടാവും. വലിയ മാർക്കറ്റ്, ഇവിടെ സാറ്റർഡേ മാർക്കറ്റ് ഭയങ്കര ഫേമസ് ആണ്. ഇഷ്ടം പോലെ ഒരു തലയും തുടങ്ങിയെങ്കിൽ ഇങ്ങനെ ഏടം വരെ ഇതുണ്ട് എന്നൊക്കെ. ഞാനിതുവരെ ഇത് ഫുള്ള് കണ്ടിട്ടില്ല. ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ വന്നുകൊണ്ട് അത്ര തിരക്കില്ല. വൈകുന്നേരം ആകുമ്പോഴേക്ക് ഭയങ്കര തിരക്കായിരിക്കും. കാലിടാൻ സ്ഥലം ഉണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ ഫുള്ള് വീഡിയോ എടുക്കാം, ഞങ്ങൾക്ക് മാർക്കറ്റ് പരിചയപ്പെടും. അപ്പോൾ ഞാൻ ഒരു സൈഡിൽ നിന്ന് തുടങ്ങുന്നാവോ, ഇതെൻ്റെ 100ാമത്തെ വോയിസ് ഓവർ എന്ന് തോന്നുന്നു. പറഞ്ഞിട്ട് സൗണ്ട് പോയി. ഞാൻ എന്തായാലും ഇത് വിടാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് പറയേണ്ടത്, ഞാൻ മാർക്കറ്റിലേക്ക് ഇറങ്ങിയ പാട് ഞാൻ കണ്ടതാണ് ഈ ഫ്ലവർ വിൽക്കുന്ന ആൾക്കാർ. ഇപ്പം ക്ലൈമറ്റ് അടിപൊളിയായതുകൊണ്ട് എല്ലാ ഫ്ലവറും പൂത്തിട്ടുണ്ട്, എല്ലാ പൂവിൻ്റെ ചെടിയും പൂത്തിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു ലോക്കൽ മാർക്കറ്റാണ്. നമ്മൾ സാധാരണ ഉള്ള അത്യാവശ്യം തിരക്കുള്ള ഒരു സ്ട്രീറ്റാണിത്. അപ്പോൾ ഇവിടുത്തെ ലോക്കൽ ആൾക്കാർ എല്ലാ ശനിയാഴ്ചയും, ലോക്കൽ ആൾക്കാർ മാത്രമല്ല ബാക്കിയുള്ള കച്ചവടക്കാരും എല്ലാ ശനിയാഴ്ചയും വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു മാർക്കറ്റ് വെക്കും. അപ്പം നല്ല അത്യാവശ്യം വലിയ മാർക്കറ്റാണ്. ഒരു തലയും തുടങ്ങി അപ്പുറത്തെ തല വരെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇതുവരെ ഇത് ഫുള്ള് കണ്ടിട്ടില്ല, നടക്കാൻ മടിയായതുകൊണ്ടാണ് കേട്ടോ, അല്ലാണ്ട് ഇഷ്ടമില്ലായിട്ടല്ല. നമുക്ക് വേണ്ടത് മാത്രം മേടിച്ച് നമ്മൾ പോകലല്ലേ. ഇതെന്ന് വെച്ചാൽ ഇവിടെ എല്ലാം കിട്ടും. നമ്മൾ നോർത്ത് ഇന്ത്യയിൽ താമസിക്കുന്നത് നമുക്ക് എൻ്റെ വീട്ടിലെല്ലാം ഭയങ്കര ടെൻഷനായിരുന്നു. ഇവക്കൊന്നും മേടിക്കാൻ കിട്ടുന്നില്ലേപ്പാ, നമ്മളെ നാട്ടിലെ സാധനങ്ങൾ കിട്ടുന്നില്ലേപ്പാ എന്ന് ഭയങ്കര ടെൻഷനുണ്ടായിരുന്നു. അത് അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ എല്ലാം കിട്ടും കേട്ടോ. നമ്മുടെ നാട്ടിലെ ബസള വരെ ഇവിടെ കിട്ടും. പിന്നെ അത് കൂടാണ്ട് ഇവിടുത്തെ ആൾക്കാർ തിന്നുന്ന സാധനങ്ങൾ, അതായത് ഇവർ താമരയുടെ തണ്ടുണ്ടല്ലോ അതുകൊണ്ട് എന്തെങ്കിലും കറി വെക്കുന്നതെന്ന് തോന്നുന്നു, അതിവിടെ കണ്ടിട്ടുണ്ട്. പിന്നെ സിൽക്ക് വേമില്ലേ, അതും കണ്ടിട്ടുണ്ട്. ഈ ഇവരെ കയ്യിലാണ് അധികം ഉണ്ടാക്കുക. ഇന്ന് ഉണ്ടായിട്ടില്ല കേട്ടോ. ഇതിനെപ്പെങ്കിലും ഇവർ കൊണ്ടുവച്ചെങ്കിൽ ഞാനന്ന് വീഡിയോ എടുത്തിട്ടിടാം. നല്ല നല്ല പലതരം കളറിൽ ഒരു ചെറിയ കുരിയൽ വെച്ചിട്ടുണ്ടാവും. എത്ര പൈസയാണെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. അടിപൊളിയാണ്, കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ഇത് കണ്ട ഇവിടുത്തെ എന്ത് ഫ്രൂട്ട് നമുക്ക് അറിയില്ല കേട്ടോ, ഉപ്പും മുളകിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കഴിഞ്ഞ 15-ാം തീയതി ഇവിടുത്തെ മകരസംക്രാന്തി, ബിഹു എല്ലാം കൂടെ ഒന്നിച്ച് വന്നുകൊണ്ട് ഇവർക്ക് എന്തോ പൂജയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിനുള്ള സാധനങ്ങളും ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ എല്ലാം ഇത് എന്ന് വെച്ചാൽ ഇവിടുത്തെ പാത്രങ്ങൾ ഷോപ്പ് അല്ലാണ്ട് സാറ്റർഡേ മാർക്കറ്റിൽ തന്നെ അത്യാവശ്യം നല്ലോണം ഡ്രസ്സിൻ്റെ കളക്ഷൻസും വരും. ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് വിൻ്റർ ക്ലോത്ത്സിൻ്റെ ഒരു മേള തന്നെ ഉണ്ട് ഇവിടെ. നല്ലോണം കിട്ടും കേട്ടോ. ഇത് എടുത്ത് ജാക്കറ്റ്, പിന്നെ സ്വെറ്റ് ഷർട്ട്സ്, സൈഡ് ആയതേ ഉള്ളൂ കേട്ടോ. അപ്പുറത്തെ സൈഡും ഉണ്ട് ഇതേപോലെ. അപ്പുറത്തെ സൈഡ് അധികവും ഡ്രസ്സും കാര്യങ്ങളും. ഡ്രസ്സില്ലത് കുറച്ച് കഴിയുമ്പം നമ്മളെ പച്ചക്കറി, മീറ്റ്, ഫ്രൂട്ട്സ് അതൊക്കെ കഴിയുമ്പം അതായിരിക്കും ഫുള്ള്. ഞാനില്ലേ ഈ വീഡിയോ അധികം ഓൺ വോയിസ് എടുത്തിട്ടുണ്ട്, കുറേയെല്ലാം ഓൺ വോയിസ് തന്നെ എടുത്തിട്ടുള്ളത്. പക്ഷേ ഞാൻ വീട്ടിൽ വന്നിട്ട് നോക്കുമ്പോണ്ടല്ല എൻ്റെ സൗണ്ടൊന്നും കേൾക്കുന്നില്ല, ഈ ഹോർണടി മാത്രം കേൾക്കുന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ച് വീണ്ടും വോയിസ് ഓവറിലേക്ക് തന്നെ പോയി. അതാണ് ഈ കഷ്ടപ്പാടാതെ ഈ കാണുന്നുള്ളത്. ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തു, ബാക്കി യാത്ര കണ്ടിന്യൂ ചെയ്യാട്ടാ. ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നി മാറിപ്പോകുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ നടന്നിട്ട് ഞങ്ങൾ ഇങ്ങനത്തെ പച്ചക്കറി മാർക്കറ്റിലേക്ക് എത്താനായി. അതിന് മുമ്പ് കണ്ട ഒരു ഇതാണ് ഈ മിച്ചർ, പിന്നെ ചക്ലി, അങ്ങനത്തെ സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ ഞങ്ങളുടെ നാട്ടിലെ മിച്ചറിൻ്റെ പല വെറൈറ്റീസ് ഇല്ലേ, അതുപോലെ തന്നെ ഉണ്ട്. ടേസ്റ്റ് അങ്ങനെയാണോ നമുക്കറിയില്ല, ചിലപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും. പിന്നെ ഞാൻ വിചാരിച്ച് കുറച്ച് ചീരയും കാര്യങ്ങളെല്ലാം മേടിക്കാം, പച്ചക്കറിയെല്ലാം മേടിക്കാം. ശനിയാഴ്ച നമ്മൾ അധികവും ഇങ്ങനെ ശനിയാഴ്ച വാങ്ങിയിട്ട് ഒരാഴ്ചത്തേക്കുള്ള സ്റ്റോർ ചെയ്യലാണ്. നല്ല ഇപ്പോൾ വിൻ്ററും കൂടി ആയതുകൊണ്ട് നല്ല ഇലവർഗ്ഗങ്ങൾ, പച്ചക്കറി എല്ലാം നല്ലത് കിട്ടും കേട്ടോ. ചീര, പിന്നെ നമ്മുടെ മേത്തീൻ്റെ ഇല, പാലക്ക്, പിന്നെ നമ്മുടെ ധനിയ, മിൻറ്റ് എല്ലാം നല്ല ഫ്രഷ് ഇപ്പം വിൻ്റേഴ്സിൽ കിട്ടും. സമ്മറിൽ ഇത്ര നല്ല കുറച്ചും കൂടെ വാടിയ അങ്ങനെ ഉണ്ടാവും, ഭയങ്കര വെയിലിടുക, അതുകൊണ്ടായിരിക്കും. വിൻ്ററിൽ നമുക്ക് അത്യാവശ്യം നല്ല പച്ചക്കറിയും കിട്ടും, വിലയും കുറവാണ്. പിന്നെ ഇതിലുള്ള പകുതി അധികം ഇല എന്ത് നമുക്കറിയില്ല, എനിക്കറിയുന്ന ഇലകളെല്ലാം ഞാൻ മേടിക്കലുണ്ട്. പിന്നെ ഇവർ നമ്മുടെ ഈ സാധനം ഉണ്ടല്ലോ റാഡിഷിൻ്റെ ഇലയില്ലേ, അത് ഇവർ കറി വെക്കും. പിന്നെ കുറേ നമുക്ക് അറിയാത്ത കുറേ സാധനം ഉണ്ട് കേട്ടോ. ഈ കാണുമ്പോൾ നമുക്ക് എല്ലാം ഒരേപോലെ തോന്നുന്നുണ്ട്. ഞാൻ പിന്നെ അതിനെക്കുറിച്ചൊന്നും അധികം ചോദിക്കാനൊന്നും പോയിട്ടില്ല. ഇവർ പിന്നെ അസ്സാമീസാന്ന് പറയല്, ഇവർ ഹിന്ദി അല്ല പറയില്ല ഇവിടുത്തെ ആൾക്കാർ, ഇവർ അസ്സാമീസാന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അധികമൊന്നും നമുക്ക് മനസ്സിലായാലില്ല. ഹിന്ദി ആണെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും, അസ്സാമീസ് നമുക്ക് ഒട്ടും മനസ്സിലായില്ല. പിന്നെ ഇവർ
ഇവർ ലോക്കൽ ലാംഗ്വേജ് അസാമീസാണ്. ഇതിൻ്റെ ലിപിയും ഹിന്ദി പോലെ അല്ല, ഭയങ്കര വ്യത്യാസമുണ്ട്. പിന്നെ ഇവിടെ എല്ലാം കിട്ടും കേട്ടോ. ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴേക്ക് എൻ്റെ നാട്ടിലുള്ള ആൾക്കാർക്കും വീട്ടുകാർക്കെല്ലാം കുറച്ച് ഒരു ഇതുണ്ടായി, ഇവിടെ എല്ലാം കിട്ടുമോ അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായി. അവരോടാണ് പറയുന്നത് എല്ലാം കിട്ടും ഇവിടെ. പുളി, തേങ്ങ, പിന്നെ ബസള എല്ലാം കിട്ടും കേട്ടോ. കാസർഗോഡ് കിട്ടുന്ന ഏകദേശം എല്ലാ സാധനവും നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അങ്ങനെ നാട്ടിൽ കിട്ടാത്ത സാധനങ്ങളായിട്ട് നമുക്കൊന്നും തോന്നിയിട്ടില്ല. മീനിൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഇല്ല. ഇവിടെ കടൽ മീൻ കിട്ടില്ല, പുഴ മീൻ മാത്രമേ കിട്ടുള്ളൂ. ആ ഒരു പ്രശ്നം മാത്രമേ ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളൂ കേട്ടോ. ബാക്കി എല്ലാം അടിപൊളിയാണ് ഇവിടെ. പിന്നെ ഇത് കണ്ട ഫുള്ള് ഈ തല വരെ പച്ചക്കറി മാർക്കറ്റാണ്. ഇതെല്ലാം ഇവിടെ കച്ചവടം ചെയ്യാൻ വരുന്ന ആൾക്കാരാണ്. ഈ പച്ചക്കറീൻ്റെ പേരൊന്നും നമുക്കറിയില്ല കേട്ടോ. കാണുമ്പോൾ ഒരു പേരൊക്കെ പോലെ ഉണ്ട്, പക്ഷെ അത് വെജിറ്റബിൾ ആണ്. പിന്നെ പലതരം കിഴങ്ങ് വർഗ്ഗങ്ങൾ, പിന്നെ ഇപ്പം ഇത് നല്ല ഫ്രഷാണ് കേട്ടോ. ഈ വിൻ്ററിൽ നമുക്ക് പച്ചക്കറി കാണാൻ നല്ല അടിപൊളിയാണ്. വിലയും കുറവാണ്, നമുക്ക് അത്യാവശ്യം നല്ല പച്ചക്കറിയും കിട്ടും. ഇത് ലോക്കി എന്ന് പറയുന്നൊരു സാധനമാണ്. നമ്മളെ ഇത് കുക്കുംബറില്ലേ അതുപോലെ ഉണ്ടാവും, പക്ഷെ കുറച്ച് ടേസ്റ്റ് കുറവാണ് കേട്ടോ. പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ പല വെറൈറ്റീസ്. ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് ഉരുളക്കിഴങ്ങിൻ്റെ തൊലി പെട്ടെന്ന് ഇങ്ങനെ പോകുന്ന പോലത്തെ, നമുക്കിങ്ങനെ പീലർ വെച്ച് പീൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ കഴുകിയിട്ട് ജസ്റ്റ് കത്തി കൊണ്ട് ഇങ്ങനെ ചിരണ്ടിയാൽ തന്നെ അത് പൊയ്ക്കോളും. ഇവർ കണ്ട ഇതും ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാർ തന്നെ. ഇവരെ കയ്യിൽ പപ്പായ, പിന്നെ വാഴൻ്റെ ഇല, പിന്നെ നമ്മുടെ ബേ ലീഫ് ഉണ്ടല്ലോ അതിൻ്റെ ഉണക്കിയത് പച്ച, പിന്നെ മാച്ചി എല്ലാം ഉണ്ട്. പക്ഷേ ഇവരുടെ അടുത്ത് എന്തെന്നറിയോ, ഇവർ ഗൂഗിൾ പേ അതൊന്നും ഇവർ അക്സെപ്റ്റ് ചെയ്യില്ല. ഇവർക്ക് നമുക്ക് ലൂസ് ക്യാഷ് ആയിട്ട് തന്നെ കൊടുക്കണം. പിന്നെ ഇവർ അസ്സാമീസ്, ഇവർക്ക് ഹിന്ദി ഒട്ടും അറിയില്ല. മറ്റേ കച്ചവടക്കാരെങ്കിൽ അവർക്ക് ഹിന്ദി കുറച്ചെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ ഇങ്ങനത്തെ ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാർ, മെയിനായിട്ട് പെണ്ണുങ്ങൾക്കൊന്നും തീരെ ഹിന്ദി അറിയില്ല. ഇവർ അസ്സാമീസിലാണ്, ഇവർ വില പറയുന്നതും അസ്സാമീസിലാണ്. അപ്പോൾ അതും നല്ല വ്യത്യാസമുണ്ട്. നമ്മൾ സാധാരണ ഹിന്ദിയിൽ പറയുന്ന പോലെ അല്ല അവർ. അത് നമുക്ക് ഒട്ടും മനസ്സിലാകാത്തതുകൊണ്ട് ഞങ്ങൾ അധികം അവരുടെ അടുത്ത് നിന്ന് സാധനം മേടിക്കൽ കുറച്ച് കുറവ് തന്നെ. പിന്നെ ഇതും ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയാൻ കഴിയില്ല. ഇത് കുറച്ച് ഇവിടുത്തെ ആൾക്കാർ നല്ലോണം ഈ പാന്, പിന്നെ ഇങ്ങനത്തെ തുമ്മാൻ തിന്നോല് മുറുക്കും അത്യാവശ്യം നല്ലോണം ഇത് സാധനങ്ങൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. ഇവർ പ്രായമായ ആൾക്കാർ മാത്രമല്ല, ചെറുപ്പക്കാർ, പെണ്ണുങ്ങൾ, ആണുങ്ങൾ എല്ലാവരും ഇത് യൂസ് ചെയ്യും ഈ സാധനം. ഇവിടെ വന്നിട്ടാണ് ഞാൻ ഇത് കണ്ട അടുക്കൻ തന്നെ ഇങ്ങനത്തെ പല ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് പല തരത്തിൽ പാക്ക് ചെയ്തിട്ട് വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഏരിയക്ക് അധികം വന്നത്. ഇത് ഞാൻ ആദ്യമായിട്ട് വന്നിട്ട് കാണുന്നത് ഇങ്ങനെ അടുക്കനല്ല, ഇങ്ങനെ പല ഷേപ്പിലാക്കി വെച്ചിട്ടുള്ളത്. അത് പിന്നെ അതായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ സ്ഥിരം പച്ചക്കറി മേടിക്കുന്ന ഒരു ആളാണ്. ഇയാളെ ഷോപ്പ് എന്നുണ്ടെങ്കിൽ ഈ ബിൽഡിങ്ങിൻ്റെ ബാക്ക് സൈഡിലാണ്. അപ്പോൾ ഇയാൾ ശനിയാഴ്ച ആകുമ്പം ഇയാളിങ്ങനെ റോഡ് സൈഡിൽ ഇതുപോലെ കട ഇട്ടിട്ടിരിക്കും. ഇത് വെച്ചാൽ മട്ടർ, നമ്മുടെ പട്ടാണി കടല ഇല്ലേ, നമ്മൾ കറി വെക്കുന്ന കടല, അതിൻ്റെ ഇതാണ്. ഇതിപ്പം പൊളിച്ചിട്ട് വിൻ്റർ ആകുമ്പം ഫ്രഷ് ആയിട്ട് കിട്ടുന്നതുകൊണ്ട് അത് നമ്മൾ ഉണക്കിയത് വാങ്ങലില്ല, ഇങ്ങനത്തെയാണ് വാങ്ങൽ കേട്ടോ. ഇത് ബിഹു ആയതുകൊണ്ട്, മകരസംക്രാന്തി ബിഹു എല്ലാം ആയതുകൊണ്ട് ഇവിടുത്തെ ലോക്കൽ സ്വീറ്റ്സ് കാര്യങ്ങൾ, ഇവരെ ഹോം മെയ്ഡ് സ്വീറ്റ്സും കാര്യങ്ങളാണ് ഉള്ളത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ അരിയുണ്ട, പൊരിയുണ്ട, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും കിട്ടും. നമുക്ക് തോന്നിയിട്ടുണ്ട് അധികം ഇവർ കേരള ഇതായിട്ട് നല്ല സിമിലർ ആണ് ഇവരുടെ ഡ്രസ്സിങ്ങും. ഇവരുടെ നമ്മളെ സെറ്റ് മുണ്ട് പോലത്തെ ഒരു സാരിയാണ് ഇവർ ഉടുക്കൽ. മേഖല ചാദോർ എന്ന് പറയുന്ന ഒരു ടൈപ്പ് സാരിയാണ് ഇവർ ഉടുക്കൽ. കുഞ്ഞുങ്ങളെ കണ്ട ഇവരിങ്ങനെ തൂക്കിയിട്ട് ഇങ്ങനെ ഒരു സഞ്ചി പോലെ ആക്കിയിട്ട് അതിൽ തൂക്കിയിട്ടിട്ടാണ് ഇവർ നടക്കൽ. പിന്നെ മണിപ്പൂരീസ്, നാഗാലാൻഡുകാർ, ഈ നോർത്ത് ഈസ്റ്റിലുള്ള ആൾക്കാർ കുഞ്ഞുങ്ങൾ എടുക്കുന്നത് തന്നെ ഒരു പ്രത്യേക ഇതാണ്. കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇവരിങ്ങനെ ബാക്കിൽ ഇങ്ങനെ തൂക്കിയിട്ട് നടക്കുന്ന കാണുമ്പോൾ നമുക്ക് ടെൻഷനാണ്, വീണോവോ എന്ന്. പക്ഷെ അവർക്ക് ഭയങ്കര ധൈര്യമാണ്. ഇവരിങ്ങനെ കുഞ്ഞോളെ നമ്മ എടുക്കുന്ന പോലെ ഒക്കെ തിരുത്തിയിട്ട് പോകുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇവർ ഈ സാധനത്തിൽ ഇട്ടിട്ടേ കൊണ്ടുപോകുള്ളൂ. പിന്നെ ഇത് എല്ലാം മുള വെച്ചുണ്ടാക്കുന്ന സാധനങ്ങൾ ഇവിടെ ഭയങ്കര കൂടുതലാണ് കേട്ടോ. ഇവർ മുള വെച്ച് കുരിയ, തടുപ്പ, അങ്ങനത്തെ എല്ലാം ഉണ്ടാക്കും. പിന്നെ അവിലിൻ്റെ പല വെറൈറ്റീസ്, ഇതെല്ലാം ഈ ബിഹുവിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കില്ല. പൂജ ഐറ്റംസ് ഇന്ന് കുറച്ചും കൂടെ കൂടുതലുണ്ട്. കൊട്ടത്തേങ്ങ, കരിമ്പ്, പൊരി, പിന്നെ പച്ചരി അല്ല ഇവരിങ്ങനെ 1 കിലോത്തിൻ്റെ ചെറിയ കെട്ടാക്കി വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ അതെല്ലാം പൂജേൻ്റെ ആവശ്യത്തിനായിരിക്കും കേട്ടോ. പിന്നെ കണ്ട മറ്റേ ഇത് മണ്ണിൻ്റെ പാത്രങ്ങളും നല്ലോണം കിട്ടും. നമുക്ക് ആ പാത്രം കണ്ടിട്ട് നമ്മൾ ഓട്ടുപ്പള്ള ചൂടുന്ന ഓട് പോലെ തോന്നി. നമുക്ക് അതാണോ ഡൗട്ടും ഉണ്ട് കേട്ടോ. ഇവരധികം നമ്മുടെ നാട്ടിലൊരു ഇതായതുകൊണ്ട് ചിലപ്പോൾ അത് ചുടുന്നുണ്ടാവും. പിന്നെ ഈ ചിറാത്, ഇവിടെ ഒരു ഹനുമാൻ മന്ദിർ ഉണ്ട്, അതുകൊണ്ട് ഇവിടെ ഒരു പൂജാ ഷോപ്പും ഉണ്ട് കേട്ടോ. അതിൻ്റെ അടുത്ത് നമ്മളധികം വരുന്നൊരു ഏരിയയാണ് ഈ ഹനുമാൻ മന്ദിർ. പിന്നെ ഇവിടെ പച്ചക്കറി മേടിക്കാനെല്ലാം നമ്മൾ അധികവും ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മളധികം സാധനം മേടിക്കൽ.
ഈ ഹനുമാൻ മന്ദിറിൽ നമുക്ക് ദീപാവലിയെല്ലാം ആകുമ്പം അത്യാവശ്യം നല്ല നല്ല പരിപാടിയെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. നല്ല അകത്തൊന്നും പോയിട്ടില്ല, പുറത്തുനിന്ന് കണ്ട പരിചയമില്ല കേട്ടോ. ആ മന്ദിറിൻ്റെ ഉള്ളിലൊന്നും അങ്ങനെ പോയിട്ടില്ല. പിന്നെ മൺകലവും അതിൻ്റെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളും പിന്നെ ഇവിടെ നമ്മൾ വെള്ളം കൂട്ടി വെക്കുന്ന പോലത്തെ ചട്ടിയെല്ലാം ഉണ്ട് കേട്ടോ. ഞാനിടുന്ന ചട്ടിയും കലമൊന്നും മേടിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് കാണുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ അത്രയും ഉറപ്പ് തോന്നിയിട്ടില്ല, കുറച്ചും കൂടി തെളുപ്പായിട്ടാണ് തോന്നിയിട്ടുള്ളത്. തെളുപ്പുള്ള അത്രയും കട്ടിയില്ലാത്ത മൺചട്ടിയാണ്. പിന്നെ മീൻ മാർക്കറ്റിലേക്ക് പോകാമെന്ന് വിചാരിച്ച് നമ്മളധികം ഈ ഒരു ഏരിയക്ക് വരത്തില്ല. ഇന്ന് വീഡിയോ എടുക്കാം, പിന്നെ മീൻ നല്ലതുണ്ടെങ്കിൽ മേടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. മീൻ മാർക്കറ്റിൽ മീൻ മാത്രമല്ല ബാക്കി ഇങ്ങനത്തെ മീൻ പിടിക്കാനുള്ള സാധനങ്ങളും ഉണ്ട് എന്ന് ഞാൻ ഇന്ന് അറിഞ്ഞു. എന്ത് പറയണ്ടേ, ഇതല്ലേ രോഹു. ഇത് രോഹു പണ്ട് സയൻസ് പഠിക്കുമ്പോൾ ബെച്ചിന് പറയും സുവോളജിയിൽ. ഇതാ നിങ്ങൾ മനസ്സിലാവും, ഇത് മീന് ആവൂലി. ഇത് റൂപ്ചന്ദ്. ഇത് ഞങ്ങളുടെ നാട്ടിലല്ലേ മാഞ്ചീന്റെ കുറച്ച് അതേ ടേസ്റ്റ്. കിലോ 200 180 है ना? आता हो पूरा मार्केट देख के आता. ഇത് നമ്മുടെ നാട്ടിലെ അതേ മറ്റേ മാഞ്ചീന്റെ അതേ ടേസ്റ്റ് എന്നെ കിട്ടുന്ന നീ പറയുന്നുണ്ട്. മാഞ്ചീന്റെ അതേ ടേസ്റ്റിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. സാധാരണ മീൻകറി വെക്കുന്ന പോലെ തന്നെ വെച്ചെങ്കിൽ നല്ല ടേസ്റ്റ്. ഇനി രൂപ് ചന്ദ് എന്ന് പറയും. ഇവിടുത്തെ മീനെല്ലാം ഉണ്ടല്ലോ മനുഷ്യന്മാരുടെ പേരാണ് രൂപ് ചന്ദ്, ദാമോദർ അങ്ങനെയല്ലാന്ന് ഇട്ട മീനിന്റെ പേര്. മീൻ കാണിച്ചാൽ മതി. മീനിലിടെ കുറേ വെറൈറ്റീസ് ഇല്ല, കുറച്ച് വെറൈറ്റീസേ ഉള്ളൂ. ഞാനങ്ങനെ മേടിക്കലും കുറേ തന്നെ. നമുക്ക് പുഴ മീനോട് വലിയ താല്പര്യമില്ല. മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം മേടിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് പഠിക്കുന്ന ജീവുണ്ട്. മുഷിയ അല്ലേ കിണറ്റിലെല്ലാം ജീവനോ ഫ്രഷ് ഉണ്ടാവും. ഇവിടെ ഈ വെള്ളത്തിലിട്ടിട്ട് ഇതെല്ലാം കണ്ട ജീവ പെടക്കുന്ന മീൻ ഇതാ റൂപ് ചന്ദ് വെള്ളത്തിലിട്ടിട്ട്. ഇത് ഫ്രഷ് റൂപ് ചന്ദ് അല്ലേ? ഇവര് മുറിച്ചിട്ടും തരും കേട്ടോ. നമുക്ക് എടുത്ത ഈ പുഴ മീനെല്ലാം ഉണ്ടല്ലോ ഭയങ്കര കട്ടി, ഇതിന്റെ തലയിലുണ്ടല്ലോ നമുക്ക് ഇതിനെ കട്ടാക്കാൻ കഴിയില്ല, ഭയങ്കര കട്ടി. ഞാൻ ഒരു ചന്ത് വാങ്ങിക്കാൻ തീരുമാനിച്ചു. ഈ സാധനം ഞങ്ങൾ ആദ്യമായിട്ടാണ് പൊരിഞ്ഞെടുക്കുന്നത്. അപ്പം നമുക്ക് മനസ്സിലാക്കുന്നത് മീൻ മുറിക്കുമ്പോ ഇതെനിക്ക് ഇഷ്ടപ്പെട്ട്. ഇതൊരു വെറൈറ്റി, ഞാൻ ആദ്യമായിട്ടാണ് ഈസി എടുക്കാൻ. എത്ര വേഗം എടുത്തിട്ട് ഞങ്ങളൊന്ന് വാങ്ങിച്ചു. ഞങ്ങളൊരു രൂപ് ചന്ദ് വാങ്ങിച്ച് അയാൾ 200 രൂപ പറഞ്ഞ് ഞങ്ങൾ പിന്നെ 150 ഒപ്പിച്ച്. ഒരു മീനെ 1/2 കിലോ അത്ര മതി. അങ്ങനെ കുറേ ഒന്നും മേടിക്കില്ല. ഞങ്ങൾക്ക് ചിക്കനോടാണ് താല്പര്യം മീനിനേക്കാളും. അപ്പൊ മീന് ജസ്റ്റ് ഫ്രൈ ചെയ്യാന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഫ്രഷ് വെള്ളത്തിലിട്ടിട്ടുള്ള രൂപ് ചന്ദിനെ കിട്ടിയപ്പോൾ ഒന്ന് വാങ്ങിച്ചു. എന്തായാലും ഇത് വന്ന് കുറെ വീഡിയോ എല്ലാം എടുത്തല്ലേ, അയാൾക്കൊരു സന്തോഷമായിട്ടൊന്ന് വിചാരിച്ചു. മീൻ വാങ്ങിച്ചിട്ടാ രൂപ് ചന്ദ് കുരുട്ട് പറ്റി നിൽക്കുന്ന ആക്കാം. ഇവർ മുറിച്ച് തരുന്നതുകൊണ്ട് വലിയ ടെൻഷൻ ഇല്ല, കറി വെച്ചാൽ മതിയല്ലോ. എന്ത് മീൻ വാങ്ങിച്ചാലും ഇവർ മുറിച്ച് തരും. അപ്പം ഇത് വലിയ വലിയ മീനെല്ലാം കിട്ടും. നമ്മൾ മീൻ മേടിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങിയിട്ടാ. പിന്നെ അത് കഴിഞ്ഞിട്ട് കണ്ടൊരു സെക്ഷനാണ് ഷൂസിൻ്റെത്. ഷൂസിൻ്റെ ഇത് മാത്രമല്ല അപ്പുറത്തും വലിയൊരു ഇതുണ്ടായി. പക്ഷെ ഞങ്ങൾക്കത് അപ്പോൾ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി. കുറേ ഉള്ളതുണ്ട് നല്ല ഷൂസ്. പിന്നെ വീട്ടിലിടുന്ന ടൈപ്പ് സ്ലിപ്പേഴ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് 100 രൂപ 50 രൂപ 200 അങ്ങനത്തെ റേഞ്ചിന് കിട്ടും കേട്ടോ. നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിലും കുറച്ചിട്ട് അവർ തരും. നല്ല നല്ല അത്യാവശ്യം നല്ല സാധനങ്ങൾ കിട്ടും ഈ സാറ്റർഡേ മാർക്കറ്റിൽ. നമ്മൾ
ഇങ്ങനെ സ്ട്രീറ്റ് ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ലോക്കൽ സാധനം ഒന്നല്ല കേട്ടോ, നല്ലത് കിട്ടും കേട്ടോ. പിന്നെ ഇത് കണ്ട, ഇത് ഞാൻ പറഞ്ഞ ഈ പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇന്ന് കൂടുതൽ കണ്ടത്. സാധാരണ ഇടുള്ള ഇതല്ല ഇത്. പിന്നെ ഇത് പാല് വെക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഇത് മുയൽ ഇയാൾ വിൽക്കാൻ വെച്ചിനെന്ന് തോന്നുന്നു. ഇതുപോലെ ഉണ്ടല്ലോ വൈകുന്നേരം ആകുമ്പം പാല് വിൽക്കുന്ന ആൾക്കാരെല്ലാം ഒരു ഏരിയയിൽ കുറേ ആൾക്കാർ ഇങ്ങനത്തെ പാത്രത്തിൽ പാലും വെച്ചിട്ട് ലൂസായിട്ട് നമുക്ക് വേണ്ട പോലെ നമുക്ക് എടുക്കാം. പാല്, പനീർ, തൈര്, പിന്നെ മധുരുട്ട തൈരില്ലേ, മിസ്റ്റി തൊയ്ന്ന് അങ്ങനെ എന്തോ ആണ് ഇവർ പറയില്ല അതിനെ, സ്വീറ്റ് കേർഡ്, അതും കിട്ടും ഇവിടെ അവർ ലോക്കലായി അത് ഇവിടുത്തെ ആൾക്കാരത് യൂസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. പിന്നെ ഇവിടുത്തെ സമൂസ ഉണ്ടാക്കുന്ന ഒരു കടയാണ് കേട്ടോ, രാജസ്ഥാൻ ഹോട്ടൽ. പിന്നെ ഇവിടുത്തെ സമൂസ എന്ന് വെച്ചാൽ നമ്മളെ നാട്ടിൽ സമൂസ കുറച്ച് കുഞ്ഞല്ലേ, നമുക്കൊരു 4-5 കഴിക്കാൻ പറ്റുമല്ലോ. പക്ഷേ ഇവിടുത്തെ ഒന്ന് തിന്നുമ്പോൾ തന്നെ നമുക്ക് വയറ് നല്ലോണം അറിയും, അത്ര വലിയ സൈസാണ് കേട്ടോ. അതിൻ്റെ ഫില്ലിങ്ങും നല്ല അത്യാവശ്യം ഹെവി ഫില്ലിങ്ങാണ്. വെജ് മാത്രമേ ഉണ്ടാക്കുള്ളൂ. പിന്നെ ഡ്രസ്സും നല്ല ഉണ്ട്, പക്ഷെ സൈസാണ് പ്രശ്നം. ഇവിടെ നമുക്ക് ഇവിടുത്തെ എക്സൽ എല്ലാം അത്യാവശ്യം കുറച്ചും കൂടെ ചെറുതാണ്. നമ്മൾ നോർമൽ സൈസിനേക്കാളും കുറച്ചും കൂടെ ചെറിയ സൈസാണ് ഇവിടെ ഡ്രസ്സ് കിട്ടൽ. അപ്പം അധികം നമ്മൾക്ക് സൈസിനൊന്നും കിട്ടലില്ല കേട്ടോ. പിന്നെ തേങ്ങ കിട്ടും, നല്ല തേങ്ങ കിട്ടും. പക്ഷേ പൈസ എന്ന് വെച്ചാൽ 100 രൂപക്ക് 3 എണ്ണം അങ്ങനെയെല്ലാം കിട്ടും. കുറച്ചും കൂടെ വലുതാണെങ്കിൽ 2 എണ്ണേ കിട്ടുള്ളൂ. പിന്നെ ഈ കാണിക്കാൻ പോകുന്നതാണ് ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ. ഇവിടെ വലിയൊരു പോലീസ് സ്റ്റേഷൻ ഉണ്ട്. ഈ മാർക്കറ്റിൻ്റെ നടുവിലാണ് ഈ പോലീസ് സ്റ്റേഷൻ ഉള്ളത്. ഇതിപ്പോൾ കാണാൻ വലിയ രസമൊന്നും ഇല്ലെങ്കിലും രാത്രിയാകുമ്പോൾ നല്ല ലൈറ്റിങ്സ് എല്ലാം വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട്. ഇവിടെ ദീപാവലിക്ക് വെച്ച ലൈറ്റിംഗ് ഒന്നും ഇവരെടുത്തിട്ടില്ല. പിന്നെ ഞാൻ തിരിച്ച് വന്നപ്പം കുറച്ച് സമയമായല്ലോ, അപ്പോഴേക്ക് ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളെല്ലാം തുടങ്ങി. ഇവിടെ മെയിനായിട്ടുള്ള ഒരു സ്ട്രീറ്റ് ഫുഡാണ് മോമോസ്. പിന്നെ പാനിപ്പൂരിയും കിട്ടും. മോമോസ് ഇല്ലാത്ത ഷോപ്പില്ല. എല്ലാ ഷോപ്പിലും നമുക്ക് മോമോസ് കിട്ടും ഇവിടെ. അതൊരു ഇതാണ്. നല്ല മോമോസാണ് കേട്ടോ. നമുക്ക് നാട്ടിൽ കഴിച്ചതും ഇവിടുത്തെ കഴിച്ചതും അത്യാവശ്യം നല്ല ഡിഫറൻസ് തോന്നിയിട്ടുണ്ട്. ഇവർ ചട്നി ആണെങ്കിലും മോമോസിൽ കുറേ വെറൈറ്റീസ് ഒന്നുമില്ല. ഒന്നെങ്കിൽ ഫ്രൈഡ് മോമോസ് ഉണ്ടാവും, അല്ലെങ്കിൽ സ്റ്റീംഡ് മോമോസ്, ചിക്കൻ മോമോസ് അങ്ങനെ ഉണ്ടാവുമല്ലോ. പിന്നെ നമ്മൾ ഒരു കഫ്റ്റീരിയയിൽ കയറി. നമ്മളിവിടെ സ്ഥിരം വരുന്നൊരു കഫ്റ്റീരിയാണ് കേട്ടോ, ബോൺജോർ എന്ന് പറയും. നല്ല കഫ്റ്റീരിയാണ്. ഇവിടുത്തെ മിനി പിസ്സാസ് പിന്നെ പഫ്സും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. 2 ചായ പറഞ്ഞു. ഒന്നെങ്കിൽ 0.5 ഉണ്ടാവും. മൂട് ഭയങ്കര നിന്റെ വീഡിയോ ഇടും, യൂട്യൂബിലിടും. അത് ലൈറ്റ് കുറവാണ്. നിങ്ങൾക്കൊന്നോ എടുത്തോ, ചൂടുണ്ടാവുമാ? സൂപ്പ് മോമോസ് വിത്ത് സൂപ്പ് വാങ്ങണ്ട, ടേസ്റ്റി. ആര്യ നോക്ക്. അയ്യോ അല്ല, അത് വേണം കുടിച്ചാൽ മതി, അത് കോംപ്ലിമെന്ററി ആണ്. നല്ലതാവോ ചുമക്ക്, ടേസ്റ്റ് ഉണ്ട്. പരിപാടിയെല്ലാം കഴിഞ്ഞോ? ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് മാർക്കറ്റിൻ്റെ വീഡിയോ ഇടാന്ന് വിചാരിച്ച്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ബൈ.